പ്രിയപ്പെട്ട കൊല്ലക്കാർക്ക്, ഈ കൊട്ടാരത്തിലെ ഇതിനെ ഇപ്പോഴും മനോഹരമായി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വൃന്ദത്തിന്, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പെട്രോളിയം മന്ത്രാലയത്തിലൂടെ രാജ്യമൊട്ടാകെ ലോകത്തിൻ്റെ ഹൃദയം കവർന്നുകൊണ്ട് നടപ്പാക്കിയ 2014 സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന പദ്ധതിക്ക് 2014 ഒക്ടോബർ 2 തുടക്കം കുറിച്ചുകൊണ്ട് അതിൻ്റെ ശക്തമായ ഒരാവിഷ്കാരം അത് ജനകീയമാക്കിയ ശ്രീ നരേന്ദ്രമോദിജിയുടെ, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സ്വച്ഛത പഖ്വാഡ, ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്ന വൃത്തിയുടെ ഒരു ദ്വൈവാരം, അതാണ് അതിൻ്റെ വ്യക്തമായ അർത്ഥം. അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് 2016 നല്ല തുടക്കം കുറിച്ച് ഇന്ന് അതൊരു വലിയ വൈകാരികമായ ഗ്രാവിറ്റി സംഭരിച്ചുകൊണ്ട്, ഒന്ന് ഇതാണ് 2 ആഴ്ച എന്ന് പ്രഖ്യാപിച്ചാൽ അത് ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാരതീയർ മാത്രമല്ല, പ്രകൃതി സ്നേഹികൾ, പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളെയും സ്നേഹിക്കുന്നവർ ഒത്തുചേരുന്ന ഒരു വലിയ പദ്ധതിയായിട്ട് അതിന് രൂപം പ്രാപിക്കാൻ സാധിച്ചെങ്കിൽ നമ്മളുടെ കർത്തവ്യത്തിൻ്റെയും കർത്തവ്യത്തിലൂന്നിയുള്ള ഉത്തരവാദിത്വപൂർണമായ നിർവഹണത്തിനും ഒരു അണയും മുറിയില്ല എന്നുള്ള തരത്തിൽ ആ തുടർച്ച, അതിൻ്റെ നൈരന്തര്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് 2024 ജൂലൈ 1 മുതൽ 15 വരെയാണ് ഈ സ്വച്ഛത പഖ്വാഡ ആഘോഷിക്കുകയല്ല. നമ്മൾ ഭാരതത്തിൻ്റെ ഒരു ദൈവീകമായ നന്മയെ ഷോക്കേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ തുടർന്ന് പോകുന്നില്ല. അതാണ് പാരമ്പര്യത്തിൻ്റെ ഗുണം. And I should say that Swachhata Mission and Swachhata Pakhwada has gathered so much of gravity in the name of emotion for environment. I see so many people who are connected to environment and harsh activities against the destructors of environment. Mr. Salim has also been known to me for quite a long time. അപ്പോൾ ആ ഒരു പ്രക്രിയയ്ക്ക് കൊല്ലത്തും ഒരംശം വേണമെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ ബാല്യകാല സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്തത്, ആദ്യം കൊല്ലത്തിൻ്റെ കായൽ വൃത്തിയാക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അഷ്ടമുടി കായലിലേക്ക് ഞാൻ ഇറങ്ങിയത് അന്നത്തെ NCC, എനിക്ക് തോന്നുന്നു ഇത് 2002 2005 ആണ്, ഒരു ചിങ്ങമാസത്തിലാണ് വലിയൊരു ടീമുമായിട്ട് വന്ന് NCC ആണ് അന്നും ഇവിടെ ഒരു പ്രകൃതി സംബന്ധമായ ഒരു പദ്ധതിക്ക് ഞങ്ങൾക്ക് വേദി ഒരുക്കി തന്നത്. അന്ന് ഇവിടെ വന്ന് വലിയ കെട്ടുവള്ളത്തിലൂന്നിയാണ് ഞങ്ങൾ അഷ്ടമുടി മുഴുവൻ, അവിടുത്തെ അഷ്ടമുടിയുടെ നടുവിലുള്ള ചില ലാറ്ററൈറ്റ് സോൺസ് അറിയില്ലേ സലീം, അതിന് it's a disgrace. No, don't put the blame on Kollam and its people. It's happening everywhere. It's a certain mindset which has to be cleared and cleansed and put straight. അത് ലോകത്ത് നമ്മൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് പാഠം പഠിപ്പിച്ച് കൊടുക്കേണ്ടിടത്ത് നമ്മളെയാണ് ഒരു ലോക ജനത, സ്വിറ്റ്സർലൻഡ് പോലെയൊക്കെയുള്ള രാജ്യം, അവർക്ക് ഒരുപക്ഷെ നിങ്ങൾ അവിടെ ഒരുപാട് വെള്ളമുണ്ട്, നനവുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവരുടെ ജീവിതത്തിൻ്റെ ഏതാണ്ട് 6 മാസം മഞ്ഞും പിന്നെ സ്നോയുമാണ്. അതിനെ അതിജീവിച്ച് ഇതെല്ലാം ആൻറ്റൈ ഹൈഡ്രൻസാണ്.
ഈ കാലാവസ്ഥ എന്ന് പറയുന്നത്. എന്നിട്ടും ഒരു തുള്ളി മണ്ണ് പോലും നമുക്ക് കാലിന് പെരുമാറാൻ കിട്ടാത്ത പ്രകൃതിദത്തമായ ഒരു പച്ചപ്പ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉണ്ടായി വരുന്നതിന് ദൈവവും അത് നിലനിർത്തുന്നതിന് മനുഷ്യനും കാരണമാകുന്നു എന്ന് പറയുന്നത് നമുക്ക് വലിയ പാഠമാണ്. ആ പാഠത്തിലേക്ക് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ പാഠത്തിനെ പിന്തുടരുക എന്നതിന് ഉപരിയായ ഒരു വൈകാരികമായ പ്രദർശനമാണ് സ്വച്ഛത പക്വാടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. ബ്രിഗേഡിയർ സന്തോഷ് അന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ IOC ഗീതിക മാഡം പെട്ടെന്ന് 3 ദിവസം കൊണ്ട് കൊടുത്ത ഒരു പ്ലാൻ എന്ന് പറയുന്നത് കൃത്യമായ പ്ലാറ്ററിൽ അത് സെറ്റ് ചെയ്ത് എല്ലാവർക്കും പങ്കുവെച്ചു കൊടുത്തു. BPCL-നും കിട്ടി, IOCL-നുമുണ്ട്, ഗെയിലിന് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യന് കൊടുത്തിട്ടുണ്ട് അല്ലേ, അതുപോലെ തന്നെ HPCL. ഇതിനകത്ത് പാർട്ടേക്കേഴ്സിനെല്ലാം അവരുടെ ഒരു വളരെ റെസ്പോൺസിബിലിറ്റി തുളുമ്പി നിൽക്കുന്ന ദേശസ്നേഹം, പ്രകൃതി സ്നേഹം എന്ന് പറയുന്ന ഒരു എംബ്ലം ക്യാരി ചെയ്യാനുള്ള സ്പേസ് ഓരോ ഓർഗനൈസേഷനും അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഒരു പരിതസ്ഥിതി സസ്റ്റനൻസിന് വേണ്ടി അവരെല്ലാവരും അവരുടെ ശമ്പളം പറ്റുന്ന ജോലിയിൽ നിന്ന് വ്യതിചലിച്ച് അമ്മ ഭൂമി മാതാവിന് വേണ്ടി ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ you cannot sway away from that divine activity. It should be the relentless attachment that the student community, when I say student community, you should not really belong to any educational institution. You can belong to forums. So all these forums related to life and making life better should follow suit and keep our motherland plush with all the fragrance which can be added through any material, and throw any material or dispenser of any material away from our growth scale. ഒരുപാട് സന്തോഷം. കൊല്ലത്ത് വന്ന് ചെയ്യാൻ ഞങ്ങളിത് ഉദ്ഘാടനം ചെയ്ത് ഡൽഹിയിലെ പെട്രോളിയം മിനിസ്ട്രിയുടെ തൊട്ട് മുമ്പിലുള്ള ഒരു ചെറിയ ഒരു സെൻറ്റമീഡിയനിലാണ് ഞങ്ങളിത് തുടങ്ങി വെച്ചത്. ബഹുമാന്യനായ ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീ ഹർദീപ് സിംഗ് പുരിജിയാണ് ഇത് ഇന്ത്യയിലെ ഉദ്ഘാടനം തുടങ്ങി വെച്ചത്. ഞാനിത് കേരളത്തിൽ സൈനിക സ്കൂളിലാണ്, ശാരദ സൈനിക് സ്കൂളിലാണ്, കാലടിയിലാണിത് തുടങ്ങി വെച്ചത്. അത് കഴിഞ്ഞ് കോഴിക്കോട് വിവിധ പ്രദേശങ്ങളിൽ ഇത് ചെയ്തു വന്ന് ഇന്ന് കൊല്ലം, ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് തുടങ്ങും. നാളെയും മറ്റന്നാളും തിരുവനന്തപുരമാണ്. മറ്റന്നാൾ കാലത്ത് ത്രിപുരയിലേക്കാണ് പോകുന്നത്. അവിടെ IT മിഷനുമായിട്ടാണ് പോകുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് പോകുന്നതാണെങ്കിലും അവിടെയും സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്വച്ഛത പക്വാട അതിനും സമയം കണ്ടെത്തി വേദികൾ ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാം പെട്രോളിയം കമ്പനീസ് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചുമതല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഒരു ദൈവീകമായ, നമ്മൾ വെറുതെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ദൈവ ഭൂമി എന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതിൻ്റെ മുദ്ര ഇനി രാമനാണോ ക്രിസ്തുവാണോ അതൊക്കെ ഓരോരുത്തരും അവരുടെ ഒരു അവകാശം വെച്ച് സ്ഥാപിച്ചോട്ടെ. പക്ഷേ ഇത് ദൈവം നമുക്ക് ദൃശ്യമല്ലാത്ത അദൃശ്യമായ ഒരു പരമശക്തിക്കുള്ള സമർപ്പണമായിട്ട് ഈ പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോകണമേ എന്ന് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട്, എൻ്റെ മലയാള നാട്ടിലെ കുഞ്ഞുങ്ങളോട് വളരെ വളരെ താഴ്മയായി സ്നേഹത്തോടെ ആജ്ഞാപിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആജ്ഞാപനം എന്ന് പറയുന്നത് ഈ വിഷയത്തിൻ്റെ ഒരു തീവ്രത വെച്ചുകൊണ്ട് മാത്രമാണ്. നിങ്ങളതൊരു by order I am doing this, but emotionally take your heart into that platform. Let us turn this bit of Parashurama's land into the real God's own country. Thank you very much. I declare this activity opened in Kollam district. Let it continue.
Thank you.